ഓക്കെ, ഇനി അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ HTML സ്റ്റൈൽസിനകത്ത് വരുന്ന ഒരു സംഭവമാണ് CSS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഷോർട്ടാണ് CSS എന്ന് പറയുന്നത്. അപ്പൊ CSS മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ HTML കണ്ടന്റിന്റെ സ്റ്റൈലിംഗ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പൊ CSS സേവ്സ് എ ലോട്ട് ഓഫ് വർക്ക്. ഇറ്റ് ക്യാൻ കൺട്രോൾ ദ ലേ ഔട്ട് ഓഫ് മൾട്ടിപ്പിൾ വെബ് പേജസ് ഓൾ അറ്റ് വൺസ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ വെബ് പേജസ് ഉണ്ടെങ്കിൽ അതിന്റെ CSSന്റെ സ്റ്റൈലിംഗ് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിലും സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചോദിക്കാം. അപ്പൊ അതിന് മുന്നേ വാട്ട് ഈസ് CSS എന്ന് നോക്കാം. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഈസ് യൂസ് ടു ഫോർമാറ്റ് ദ ലേഔട്ട് ഓഫ് എ വെബ് പേജ്. With CSS, you can control the color, font, and size of text, the spacing between elements, how elements are positioned and laid out, what background images or background colors are to be used, different displays for different devices and screen sizes, and much more. So, ഇതാണ് നമ്മുടെ CSSനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ HTML എലമെന്റ്സിന്റെ കണ്ടന്റിനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. കുറേ ഉണ്ട്. ടെക്സ്റ്റ് സൈസും എലമെന്റ്സിന്റെ സ്പേസിങ്ങും അതിന്റെ പൊസിഷൻസും ബാക്ക്ഗ്രൗണ്ട് ഇമേജസും എല്ലാം നമുക്ക് CSSനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ CSS നമുക്ക് യൂസ് ചെയ്യുന്ന 3 രീതിയിലാണ് ഉള്ളത്. ഒന്ന് ഇൻലൈൻ ആയിട്ടും, പിന്നെ ഒന്ന് ഇന്റേണൽ ആയിട്ടും, പിന്നെ മൂന്നാമത്തെ എക്സ്റ്റേണൽ ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ സ്റ്റൈലിംഗ് ആട്രിബ്യൂട്ട് കണ്ടായിരുന്നല്ലോ. HTML എലമെന്റ്സിനകത്ത് നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, ഇന്റേണൽ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അല്ല ആട്രിബ്യൂട്ടിലെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് സ്റ്റൈൽ പറഞ്ഞ് എഴുതി കൊടുക്കാം. പക്ഷെ അത് വെക്കേണ്ടത് ഹെഡ് സെക്ഷനകത്ത്, HTMLന്റെ ഹെഡ് സെക്ഷനകത്താണ് ഈ സ്റ്റൈലിന്റെ എലമെന്റ് അതിനകത്ത് വരേണ്ടത്. പിന്നെ ഉള്ളത് എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിങ്ക് എലമെന്റ് വെച്ചിട്ട് നമ്മൾ അതിന്റെ റെഫറൻസ് ആയിട്ട് കൊടുക്കും. ഇപ്പൊ നിങ്ങളുടെ CSS ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിന്റെ ലൊക്കേഷൻ പാത്ത് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ സൈറ്റിനകത്ത് CSSന്റെ സ്റ്റൈൽ കാണുമല്ലോ, അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യും. ലൈക്ക് ബൂട്ട് സ്ട്രാപ്പിന്റെ CSS പാത്ത് കാണും, CSS ലിങ്ക് കാണും. ആ ലിങ്ക് നമുക്ക് ലിങ്ക് എലമെന്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇൻലൈൻ CSS നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെയാണ് ഇൻലൈൻ സ്റ്റൈലിംഗ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്റേണൽ CSS എന്ന് പറയുന്നത് ആക്ച്വലി ഇതോടെ ഇങ്ങനെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. അതിനകത്തായിരിക്കും നമ്മൾ മൊത്തം സ്റ്റൈൽ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ബോഡിക്ക് ഇപ്പോൾ ഞാനിവിടെ റൈറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് പൗഡർ ബ്ലൂ. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് ആക്ച്വലി ബോഡിയാണ് മൊത്തം. ഈ ബോഡിക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാൻ വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയിട്ട് മാറും. ഞാൻ ഗ്രീൻ ആണ് കൊടുക്കുന്നെങ്കിൽ ആ ബോഡിയുടെ കളർ മൊത്തം ഗ്രീൻ ആവും. ഓക്കെ, അപ്പം നമുക്ക് ബോഡിക്ക് സ്റ്റൈലും പറഞ്ഞു കൊടുക്കാം. അതുപോലെ H1 എലമെന്റിന്റെ സ്റ്റൈല് നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. H1 എലമെന്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ H1 P ഏത് എലമെന്റ് ആണോ അത് എഴുതിയിട്ട് നമ്മളിങ്ങനെ ഒരു കേർലി ബ്രേസിനകത്തായിരിക്കും നമ്മൾ ഇവിടെ സ്റ്റൈല് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇപ്പൊ കളർ ബ്ലൂ ആണെങ്കിൽ ഇവിടെ ഞാൻ ഫോണ്ട് സൈസ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. മൾട്ടിപ്പിൾ സ്റ്റൈൽ എനിക്ക് എഴുതാൻ പറ്റും. ഫോണ്ട് സൈസ് 100 px ഓക്കെ ആണെങ്കിൽ ഇതിന്റെ ഫോണ്ട് സൈസ് കൂടി. ഓക്കെ, ഇത് H1 എലമെന്റിന് മാത്രമുള്ള ഒരു സ്റ്റൈലാണ്. ഈ പാരഗ്രാഫിന് നമുക്കിവിടെ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാം. ഇത് നമുക്ക് 1 2 കൂടുതൽ സ്റ്റൈൽ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇതാണ് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇന്റേണൽ CSS എന്ന് പറയണം. പിന്നെ ഉള്ളത് എക്സ്റ്റേണൽ CSS ആണ്. എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി റെഫറൻസ് എടുക്കുന്നത്. ഇവിടെ ഒരു ലിങ്ക് ഹെഡിനകത്ത് ഒരു ലിങ്ക് എലമെന്റ് ഉണ്ട്. ആ ലിങ്ക് എലമെന്റ് REL എന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ സ്റ്റൈൽ ഷീറ്റ് ആണ്. CSS നമ്മൾ ലിങ്കിനകത്ത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാണ് ടൈപ്പ് കൊടുക്കുന്നത്. അതുപോലെ href എന്ന് പറഞ്ഞാൽ റെഫറൻസ് ആണ്, അതായത് അതിന്റെ പാത്ത് ഏതാണെന്നോ styles.css. ഇവിടെ എടുത്തിരിക്കുന്ന styles.css ആണ്. ആ CSS എന്നാണ് ഫയല് നമുക്കിവിടെ കാണിക്കുന്നത്. ഇപ്പൊ ബോഡിക്കാണെങ്കിലും ഉണ്ട് styles.css എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആക്ച്വലി അതിന്റെ നമ്മളിവിടെ ഹോവർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ w3schools.com/html/styles.css. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്റ്റൈൽസ് CSSന്റെ പാത്ത് ഇവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും ഈ 3 യൂസ് ചെയ്യും. ഓക്കെ, ഇന്റേണൽ ആയാലും
ഇൻലൈൻ ആയാലും എക്സ്റ്റേണൽ ആണെങ്കിലും നമ്മൾ മൂന്നും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. CSS ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. കാരണം സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പോർഷൻ അല്ല, അതൊരു കടൽ പോലെയാണ്. ഓക്കെ, നമുക്ക് ഒരു എലമെന്റിനൊക്കെ സ്റ്റൈല് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ എല്ലാത്തിലും അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ വായിച്ചൊന്ന് നോക്കാം. ഓക്കെ, മെയിനായിട്ട് നമ്മൾ CSSന്റെ അകത്ത് ഈ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബാക്കിയെല്ലാം ഇതിനകത്ത് നമ്മൾ സെയിം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ സെയിം സാധനം തന്നെയാണ്. ഓക്കെ, അതിന് മുന്നേ ഇനി അടുത്തത് നമുക്ക് HTML ലിങ്ക്സ് ആണ്. നമുക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക്സ് ഉണ്ട്, സിൻടാക്സ്, ടാർഗറ്റ് ആട്രിബ്യൂട്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ സെയിം ഡോക്യുമെന്റിലേക്ക് ചാടും. ഓക്കെ, അതിനെ നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയും. വെൻ യു മൂവ് ദ മൗസ് ഓവർ എ ലിങ്ക്, ദ മൗസ് ആരോ വിൽ ടേൺ ഇൻ ടു എ ലിറ്റിൽ ഹാൻഡ്. അതായത് കഴ്സർ പോയിന്റർ ആണ്. അതായത് ഇപ്പം നമ്മൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ ട്രൈ യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഹോവർ ചെയ്ത് കൊടുക്കും. ഇത് ആക്ച്വലി ഒരു ഹൈപ്പർ ലിങ്ക് ആണ്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പേജിലോട്ടായിരിക്കും പോകുന്നത്. ഞാൻ ഇങ്ങനെ ഹോവർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു കഴ്സർ പോയിന്റർ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഹാൻഡിന്റെ ഐക്കൺ കാണിക്കുന്നത് ആക്ച്വലി ഒരു ഡീഫോൾട്ട് ആണ്. കാരണം ഹൈപ്പർ ലിങ്കിന്റെ ഡീഫോൾട്ട് കഴ്സർ എന്ന് പറയുന്നത് പോയിന്റർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു ഡോക്യുമെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു പേജാണ് നമുക്കിവിടെ ലോഡ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് ടാർഗറ്റ് ആട്രിബ്യൂട്ട് ഉണ്ട്. ടാർഗറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഹൈപ്പർ ലിങ്കിനകത്ത് ഒരു ടാർഗറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ എവിടെയാണ് നമുക്ക് കാണിക്കുന്നത്, അതായത് നമ്മൾ ഡോക്യുമെന്റ് ലോഡ് ചെയ്യണമെങ്കിൽ എവിടെയാണ് കാണിക്കേണ്ടത്, അതായത് വേറൊരു ടാബിനകത്തോട്ടാണോ അതോ സെയിം ടാബിലോട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഐ ഫ്രെയിമിലാണെങ്കിലോ, അങ്ങനെ നമുക്ക് ടാർഗറ്റ് ആട്രിബ്യൂട്ടിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അണ്ടർസ്കോർ സെൽഫ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആണ്. അതായത് നമ്മുടെ ഡോക്യുമെന്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെയിം പേജിൽ തന്നെ അല്ലെങ്കിൽ ആ സെയിം ടാബിൽ തന്നെ നമുക്ക് വേറൊരു ഡോക്യുമെന്റ് ലോഡ് ചെയ്ത് കാണിക്കും. അണ്ടർസ്കോർ ബ്ലാങ്ക് നമ്മൾ കൂടുതൽ കൊടുക്കും. അതായത് നമുക്ക് പുതിയൊരു ടാബിലോട്ട് പോകണമെങ്കിൽ, അതായത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ടാബിലോട്ട് പോകണമെങ്കിൽ നമ്മൾ അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇപ്പോൾ ഹൈപ്പർ ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ടാർഗറ്റ് അണ്ടർസ്കോർ ബ്ലാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു പുതിയൊരു ടാബ് തുറന്നിട്ട് ആ ഡോക്യുമെന്റ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ അണ്ടർസ്കോർ ബ്ലാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് നമ്മൾ പുതിയ ടാബിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത്. അണ്ടർസ്കോർ പാരന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺസ് ദ ഡോക്യുമെന്റ് ഇൻ ദ പാരന്റ് ഫ്രെയിം. ഇത് നമ്മൾ റെയർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും അണ്ടർസ്കോർ ബ്ലാങ്ക് ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ absolute URLs versus relative URLs. Both examples above are using an absolute URL, a full web address in the href attribute. A local link, a link to a page within the same website is specified with a relative URL. Okay, so നമ്മൾ നേരത്തെ ഇത് കണ്ടത് ഇതൊക്കെ ആക്ച്വലി absolute URL, അതായത് കംപ്ലീറ്റ് ഫുൾ URL ആണ് പറയുന്നത്. ഇതിനെ ആബ്സല്യൂട്ട് URL എന്ന് പറയും. റിലേറ്റീവ് URL എന്ന് പറഞ്ഞാൽ സെയിം ഡൊമൈൻ തന്നെ അല്ലെങ്കിൽ സെയിം URL തന്നെയാണ്, പക്ഷെ നമുക്ക് വേറൊരു പേജിനകത്ത്, അതായത് URLന്റെ പാത്ത് മാറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് URL നമ്മൾ കൊടുക്കും. ഇത്രയും ആബ്സല്യൂട്ട് URLs ആണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ച. റിലേറ്റീവ് URLs എന്ന് പറഞ്ഞാൽ HTML images.asp പേജ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കും. അതായത് ഇപ്പോൾ HTML image.asp എന്ന് പറഞ്ഞാൽ ഇതിന്റെ absolute URL എന്ന് പറയുന്നത് w3schools.com/html/html images.asp ആയിരിക്കും വരുന്നത്. ബട്ട് ഇത് ഒരു കംപ്ലീറ്റ് URL അല്ല, നമുക്ക് ഒരു റിലേറ്റീവ് പാത്ത്, ആ ഒരു പാത്ത് ഉണ്ടല്ലോ, ആ പാത്ത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഡൊമൈൻ എല്ലാം സെയിം തന്നെയായിരിക്കും. ഇനി അടുത്ത നമുക്ക് യൂസ് ആൻഡ് ഇമേജ് ആസ് എ ലിങ്ക്. നമുക്ക് ഇമേജിനും പിടിച്ച് നമുക്കൊരു ലിങ്ക് ആക്കാം. ഇത് ആക്ച്വലി ഒരു ഇമേജ് ആണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വെബ് പേജ് ലോഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളെ ലിങ്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ടൺ ആസ് എ ലിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബട്ടൺ എലമെന്റ് ഉണ്ട്. ബട്ടൺ എലമെന്റിന് ആക്ച്വലി നമ്മൾ ഓൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ default.asp-യിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വെബ് പേജ് ലോഡ് ചെയ്ത് കാണിക്കും. സോ ഇവിടെയും നമുക്ക് ഒരു ലിങ്ക് ആയിട്ട് ബട്ടണിൽ നമുക്ക് പിടിച്ച് ലിങ്ക് ആക്കി കളയാം.
അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലിങ്കിന് നമുക്ക് കളേഴ്സ് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിന് നമുക്ക് ഇവിടെ കുറേ സ്റ്റൈല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ HTML. ഇപ്പോൾ ഹോവർ ചെയ്യുമ്പോൾ ഹോവർ നമ്മൾ കൊടുക്കുന്നത് A:\:, കഴിഞ്ഞിട്ട് ഹോവർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ മൗസ് ഇവിടെ ഞാൻ ലിങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഹോവർ എന്ന് പറയും. ആ ഹോവറിനുള്ള കളേഴ്സാണ്, സ്റ്റൈലാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. HTML ഇമേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഹൈപ്പർ ലിങ്കിനെ നമുക്ക് പിടിച്ചങ്ങ് സ്റ്റൈല് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ലിങ്ക് ബുക്ക് മാർക്സ്, നമുക്ക് ബുക്ക് മാർക്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ കൂടുതലും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജംപ് ടു ചാപ്റ്റർ 10 എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ചാപ്റ്റർ 10ലേക്ക് നമ്മൾ അങ്ങോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ HRF ഉണ്ടോ, #C4 എന്ന് പറയുന്നത് ആക്ച്വലി C4 എന്ന് പറയുന്ന ഒരു ID ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ID ഉണ്ട്. മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമുക്ക് ഓരോ HTML എലമെന്റ്സിനും നമുക്ക് ID ഉണ്ട്. അത് യുണീക്ക് ആയിരിക്കും. ആ ഒരു ID-നെ റെഫറൻസ് കൊടുത്തിട്ടായിരിക്കും അതിലോട്ട് ജമ്പ് ചെയ്ത് പോണത്. ഇപ്പോൾ ചാപ്റ്റർ 4 എടുക്കുകയാണെങ്കിൽ 4ലേക്ക് നമ്മൾ ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് C4 ആണ് കാണാം. C4ന്റെ ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജംപ് ടു ID എന്ന് പറയുന്നത്. ഓക്കെ, ഈ C4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാപ്റ്റർ 4ലേക്കായിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. ഇതൊന്നും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ഏതെങ്കിലും കുറേ സബ് മെന്യൂസ് ഉണ്ടെങ്കിൽ ആ മെനുവിൽ ഏതാണോ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡിങ്ങിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മളെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിക്കിപീഡിയയിൽ നമ്മൾ കൂടുതലും കാണുന്നുണ്ട്. നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ താഴെ എവിടെയാണോ ഹെഡിങ് ഇരിക്കുന്നത് ആ ഹെഡിങ്ങിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ചെയ്തോട്ട് പോകും. റീഡയറക്റ്റ് അല്ല, ആ ഒരു സെക്ഷനിലേക്ക് പോകും. ഓക്കെ, പിന്നെ വരുന്ന HTML ഇമേജസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു IMG എലമെന്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മളെ സോഴ്സ് പറഞ്ഞു കൊടുക്കും, അതായത് നമ്മുടെ ഇമേജിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കും കാണിക്കാൻ വേണ്ടി. പിന്നെ ആൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇമേജിന്റെ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇമേജസിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ IMG ടാഗ് ആണ്. IMG ടാഗ് ഈസ് എംപ്റ്റി, ഇറ്റ് കണ്ടെയ്ൻസ് ആട്രിബ്യൂട്ട്സ് ഓൺലി ആൻഡ് ഡസ് നോട്ട് ഹാവ് എ ക്ലോസിംഗ് ടാഗ്. ഓക്കെ, IMGക്ക് ക്ലോസിംഗ് ടാഗ് ഇല്ല, ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി HTML അറിയാം. IMG ടാഗിനകത്ത് ക്ലോസിംഗ് ടാഗ് ഇല്ല. സോ ടാഗ് എംപ്റ്റി ആണ്. സോ SRC ആൾട്ട് ആണ്, ഇതിന് 2 ആട്രിബ്യൂട്ട് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കണം. പിന്നെ ID വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, SRC എന്ന് പറഞ്ഞാൽ സ്പെസിഫൈസ് ദ പാത്ത് ഓഫ് ദ ഇമേജ്, ആൾട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈസ് ആൻഡ് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഫോർ ദ ഇമേജ്. പിന്നെ ഇതിനകത്ത് സൈസും വിഡ്ത്തും പറഞ്ഞു കൊടുക്കാം, സ്റ്റൈലിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്ത്തും ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ ഇൻലൈൻ സ്റ്റൈലായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഇന്റേണൽ CSS ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്ത്തും ഹൈറ്റും പ്രോപ്പർട്ടി വെച്ചിട്ട് ആട്രിബ്യൂട്ട് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇമേജസ് മാപ്പ് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല, ഞാൻ അധികം യൂസ് ചെയ്തില്ല മാപ്പ്. ഇമേജസ് ആണ് നമ്മൾ IMG ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്ന് നോക്കാം, ട്രൈ നോക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ IMGയിൽ എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് സ്റ്റൈലിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത് നമ്മൾ URL പറഞ്ഞു കൊടുക്കും. URLനകത്ത് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഇമേജിൻ്റെ URL ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കലിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇമേജ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് സ്പോർട്സിനകത്ത് ആ പാത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ റൈറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ Pക്കകത്ത് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമുക്കിവിടെ നമ്മുടെ ഇമേജ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഇമേജ് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ലൂപ്പ് ചെയ്ത് അങ്ങ് പോകും. അതായത് ഇപ്പോൾ ഡിവിന് ഇത്ര വലിയൊരു എലമെന്റ് ആണെങ്കിൽ നമ്മുടെ ഇമേജ് ചെറിയൊരു ഇമേജ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ലൂപ്പ് ചെയ്തായിരിക്കും കാണുന്നത്. പക്ഷെ നമുക്ക് ഈ ലൂപ്പ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് ഇവിടെ നോ റിപ്പീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അതായത് ഇപ്പോൾ നേരത്തെ തുറന്നു വെച്ചത് ഇത് ആക്ച്വലി ഒരു ലൂപ്പിലാണ്. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒരൊറ്റ ഇമേജ് മാത്രം ലോഡ് ചെയ്ത് കാണിക്കത്തുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം അവിടെ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ,
പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്ട്രെച്ച്. ഓക്കെ, സോ IMG എലമെന്റിനകത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെച്ചിട്ട് IMG തന്നെ അല്ല, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ സ്റ്റൈലിംഗ് പറഞ്ഞു കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെന്റ് സൈസും പറഞ്ഞു കൊടുക്കാം. പിന്നെ വരുന്നത് പിക്ചർ എലമെന്റ് ആണ്. പിക്ചർ എലമെന്റും ആക്ച്വലി വളരെ റെയർ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും അത് യൂസ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക. നമ്മൾ IMG ടാഗാണ് നമ്മൾ കൂടുതലും അറിയുന്നത്, പക്ഷേ പിക്ചർ എലമെന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സോ ഇത്രയും റെയർ ആയിട്ടുള്ള എലമെന്റ്സ് യൂസ് ചെയ്യുന്നത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇതാണ് ഇത്രയും കാര്യം. ബാക്കി നമുക്ക് ബാക്കിയുള്ള സെക്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം.